ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ ഒരു കാപ്പി ഇട്ട് കുടിച്ച്. പനി ആയതുകൊണ്ട് പനിക്കൂർക്കയുടെ ഇലയും തുളസി ഇലയൊക്കെ ഇട്ടാണ് കാപ്പി ഉണ്ടാക്കിയത്. പനിക്കൂർക്ക ഇല എന്ന് പറഞ്ഞാൽ ചിലർ ഞവര ഇലയെന്ന് പറയും. പിന്നെ രാവിലെ ഇച്ചിരി വെയിൽ കണ്ടതുകൊണ്ടെന്നാൽ തുണി കഴുകിയിടാമെന്ന് വിചാരിച്ച്. മഴയായതുകൊണ്ട് തുണികളെല്ലാം കുറേ കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് തല്ലി കഴുകി നല്ലതുപോലെ ഞെരടി വൃത്തിയാക്കി എടുത്ത് പിഴിഞ്ഞ് വാരി കൊണ്ടുപോയി തുണി അശയിലിട്ടേച്ച് വന്നപ്പോഴത്തേക്കും രാവിലത്തെ കാപ്പിക്കുള്ളതെല്ലാം ഉണ്ടാക്കണമായിരുന്നു. ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അങ്ങനെ പിന്നെ അരച്ച് വെച്ചിരുന്ന മാവെടുത്ത് അപ്പം ചുട്ട്. കറി ഇന്നുണ്ടാക്കിയില്ല, ഇന്നലത്തെ കറി ഇരിപ്പുണ്ടായിരുന്നു. അപ്പം എല്ലാം ചുട്ട് കഴിഞ്ഞു. പിന്നെ ഉച്ചക്കലത്തേക്കുള്ള പരിപാടിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പം ചുട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഉച്ചക്കലത്തുള്ള പരിപാടിയൊക്കെ ആക്കി. മീൻ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം മീൻ രാവിലെ തന്നെ എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു ഐസ് പോകാൻ വേണ്ടി. അപ്പം അതിൻ്റെ തണുപ്പെല്ലാം മാറിയപ്പോഴത്തേക്ക് അതൊന്ന് വെട്ടി കഴുകി വൃത്തിയാക്കിയൊക്കെ എടുത്തു. കുറച്ച് നൊന്ത മീനായിരുന്നേ, മീനില്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു മുളക് കറി വെച്ചു. തേങ്ങ അരച്ച് വയ്ക്കാൻ കൊള്ളത്തില്ല, ചീവ് ഉള്ളത് കാരണം. പച്ചമീനാണെങ്കിൽ തേങ്ങ അരച്ച് വെച്ചാൽ നല്ലത്. ഇത് പച്ചമീനല്ലായിരുന്നു. പിന്നെ കുറച്ച് വറുക്കാനും എടുത്ത് അതെല്ലാം പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് വറുക്കാനുള്ളത്. ഇത് നല്ലതുപോലെ ഒന്ന് മൂത്തിട്ട് ഒന്ന് മറിച്ച് ഇട്ട് അപ്പുറവശം ഒന്ന് മൂത്തിട്ട് എടുക്കുക. എല്ലായിടത്തും മഴയൊക്കെ ഇച്ചിരി കുറഞ്ഞോ? ഇവിടെ നല്ല മഴയാണ്. മഴ ഉടനെയൊന്നും കുറയുന്ന പരിപാടിയൊന്നും കാണുന്നില്ല. അങ്ങനെ മീൻ ഒരു വശം മുരിഞ്ഞ് തിരിച്ചിട്ട് ആ ഭാഗം കൂടെ ഒന്നുകൂടെ വേവിച്ചെടുക്കണം. എന്നിട്ട് ചോറും വിളമ്പി ഉച്ചക്കലത്തേക്കുള്ള. ഇന്നത്തെ ജോലി ഇത്രയൊക്കെ.